ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കളെ, നിങ്ങളുടെ ഈ മനസ്സ് കാണുമ്പോ അച്ഛന് അഭിമാനം തോന്നുന്നു. മക്കളെ കൊണ്ട് ഒരുപാട് സന്തോഷിക്കാനൊന്നുമില്ലാത്ത ഒരച്ഛനാണ് ഞാനെന്ന് സ്വയം ശപിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നുവാ. മീനാക്ഷി, പിന്നുവേട്ടാ, സുചിത്രേച്ചി വിളിക്കുന്നു. വിട്. ചന്ദ്രു, ഇനി അമ്മയ്ക്ക് കഞ്ഞി ഞാൻ കൊടുക്കാം. വേണ്ട മധുവേട്ട, ഞാൻ കൊടുത്തോളാം. എന്താ ചന്ദ്രു, നിന്റെ മുഖത്ത് സങ്കടം ഇതുവരെ വിട്ടുമാറിയിട്ടില്ലല്ലോ. ഒന്നുമില്ല മധുവേട്ട, വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവനാ ജഗൻ. ജനിച്ച അന്നു മുതൽ പട്ടുമെത്തയിൽ ഉറങ്ങിയവനാ ആ കുട്ടി. ഇപ്പോ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് നിലത്ത് പാവിരിച്ചു കിടക്കുന്നു. അതോർക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് സങ്കടപ്പെടാൻ ഇന്നത്തേക്ക് ഒരു കാരണം കിട്ടിയല്ലോ. ഇന്ന് ഞാനാണല്ലോ സബ്ജക്റ്റ്. എന്താ അമ്മ ഇതൊക്കെ? സാഹചര്യങ്ങൾ അനുസരിച്ച് മനുഷ്യൻ മാറണ്ടേ? അതല്ല മോനെ, ദേമോളുടെ കാര്യം തന്നെ നോക്ക്. എത്ര വലിയ സുഖസൗകര്യങ്ങളുമായിട്ട് ജീവിച്ച കുഞ്ഞ. എന്തിനാ അമ്മ വേണ്ടാത്തൊക്കെ ആലോചിക്കുന്നേ? രണ്ടാൾക്കും സുഖമില്ലാത്തല്ലേ? ഓരോന്നാലോചിച്ച് പ്രഷർ കൂട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. വിനുവിനെ ചന്ദ്രു പ്രസവിച്ചതല്ല, ഞങ്ങൾ എടുത്തു വളർത്തിയ കുഞ്ഞാ. പക്ഷേ ഇവിടെ എല്ലാവരെയും ജീവനാവന്. എന്റെ രണ്ടാൺമക്കൾക്കും അവനെ അംഗീകരിക്കാനായില്ല. മോൻ വിനുവിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാ ചെയ്യുന്നത്. ഇത്ര വലിയ മനസ്സൊന്നും ഇക്കാലത്ത് ആരും കാണിക്കില്ല മോനെ. അച്ഛാ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഒരു അന്യനായിട്ട് കണ്ടതുകൊണ്ടല്ലേ? എന്നെ ഈ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് കണ്ടിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നോ? പിന്നെ എനിക്ക് ഇതെന്റെ സ്വന്തം കുടുംബ.
ഈ കുടുംബത്തിന്റെ സങ്കടം എന്റെ സങ്കടമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കാശും പദവിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ജനങ്ങളുടെ സുഖത്തിലും സങ്കടത്തിലും പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എന്നെ അങ്ങനെ വളർത്തിയതുമൊക്കെ. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണാനും മനസ്സിലാക്കാനും എന്നെ ആരും പഠിപ്പിക്കണ്ട. അച്ഛാ, ദീമോൾക്കൊരു കുറവുമില്ലാതെ പൊന്നു പോലെയല്ലേ ഞങ്ങൾ നോക്കുന്നത്. ഇന്ന് ഇങ്ങനൊരു സാഹചര്യത്തില് ഇങ്ങനെ വേണ്ടി വന്നു. ജഗനിപ്പോ പറഞ്ഞതുപോലെ എന്റെ മോളും ജീവിതത്തില് എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞു വളരട്ടെ. മക്കളെ, നിങ്ങളുടെ ഈ മനസ്സ് കാണുമ്പോ അച്ഛന് അഭിമാനം തോന്നുന്നു. മക്കളെ കൊണ്ട് ഒരുപാട് സന്തോഷിക്കാനൊന്നും ഇല്ലാത്ത ഒരച്ഛനാണ് ഞാനെന്ന് സ്വയം ശപിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നുവാ. അച്ഛാ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ രക്ഷകർത്താക്കൾക്ക് വേണ്ടത് മനസ്സമാധാന. അത് തരാൻ മക്കള് ബാധ്യസ്ഥരാ. ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനെയും അമ്മയെ നേരാമണ്ണം നോക്കിയില്ലെങ്കിൽ ഇരുമ്പഴി എണ്ണാൻ അത് മതി. ഏതായാലും എന്റെ ഭാര്യ ഇരുമ്പഴി എണ്ണാൻ വിടാൻ ഞാനില്ലേ. അപ്പൊ ഗുഡ് നൈറ്റ്. മുത്തശ്ശി, ഗുഡ് നൈറ്റ്. അവൻ തന്നെ. ശരി അച്ഛാ. നമ്മുടെ വന്ദനമോള് ഭാഗ്യം ചെയ്തവളാ അല്ലേ ചന്ദ്രു? ഡേ, ഒരു കട്ടൻ എടുക്ക്. വിത്തൗട്ട് മതി. അപ്പൊ ഇന്ന് ഉറങ്ങാൻ പ്ലാൻ ഇല്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിന്നെ കെട്ടിയന്റെ അന്ന് മുതൽ എന്റെ ഉറക്കം പോയതല്ലേ. പോരാത്തേന് ഇരട്ടപ്പെട്ട പോലൊരു തന്തയും തള്ളേ. ബോണസായി നിന്റെ വയറ്റിൽ പിറന്ന കുരുത്തം കെട്ട ഒരു ചെക്കനും. മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. ഞാൻ ഈ പാൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തോട്ടെ. ഇന്നവരുടെ ആദ്യരാത്രിയല്ലേ. അയ്യോ, ഞാനങ്ങൾ മറന്നു. ആ, നീ ഇത് നേരത്തെ പറയാത്തതെന്താ? പ്രകാശേട്ടന് ഇതൊന്നും ഇഷ്ടാവില്ല എന്ന് കരുതി. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ കുറച്ച് വല്ല ബദാമോ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ. പെറ്റതള്ളയുടെ പാല് പോലും കുടിക്കാൻ കിട്ടാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിലും പാല് കുച്ചാതെ ഉറങ്ങാൻ പറ്റില്ല രണ്ടിനും. മാനത്തെ കൊട്ടാ